ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഏകമായിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് ഇവിടെ അനേകമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഏകമായ ആ പരമചൈതന്യം എല്ലാ വസ്തുക്കളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിധത്തിൽ അതിക്രമിച്ചിരിക്കുന്ന ശക്തി ആയതുകൊണ്ടാണ് അതിന് ആത്മാവ് എന്ന പേര് വന്നത്. എല്ലാത്തിലും അതിക്രമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അതിൽ നിന്നും ഒഴിവാക്കാൻ ഒരാളാലും ഒന്നുകൊണ്ടും സാധ്യമല്ല, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അങ്ങനെയുള്ള ആത്മസ്വരൂപിയായി ഓരോ ദേഹത്തിലും അത് തന്നെയാണ് വർത്തിക്കുന്നത്. അങ്ങനെ ആ പരമമായ ആ ശക്തിവിശേഷം ഈ ശരീരമാകുന്ന ഉപാധിയിൽ ഞാനെന്ന വിധത്തിൽ വേർപെടുന്നു. ഇതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അത് തന്നെയാണ് ഇതിലേക്ക് പ്രവേശിച്ചത്. എല്ലാത്തിലും പ്രവേശിക്കുന്നത് പോലെ ഈ ദേഹത്തിലും അത് പ്രവേശിച്ചു. ദേഹമാകുന്ന ഉപാധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ആത്മാവ് എന്ന പേരും വന്നു, അല്ലെങ്കിൽ ജീവൻ എന്നുകൂടി പറയുന്നു. ഭഗവത്ഗീതയിൽ ആത്മാ എന്ന ശബ്ദത്തിന് ഓരോ സന്ദർഭത്തിലും ഓരോ അർത്ഥമാണ്. ജീവനെന്നും മനസ്സെന്നും ചിത്തമെന്നും എല്ലാം ഈ ആത്മാ ശബ്ദത്തെ ധ്വനിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒന്നായി വർത്തിക്കുന്ന ആ പരമചൈതന്യത്തെ രണ്ടേത് ഒന്ന് ആ പരമാത്മാവും രണ്ടാമത്തേത് ഈ ജീവൻ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ വധമിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ഒന്നായിരുന്നു അത്. ആ ഒന്നിൽ നിന്നാണ് ഞാൻ എന്ന ജീവത്വം ഉണ്ടായത്. അപ്പോൾ പരമാത്മാവും ഞാനും രണ്ടായി. അതിൽ നിന്ന് ഞാൻ വേറെ ആയതോടുകൂടിയാണ് ഞാൻ ദേഹമായതും. ദേഹമായപ്പോൾ എൻ്റെ ദേഹത്തിൻ്റെ എല്ലാ വൈകല്യങ്ങളും എൻ്റെ വൈകല്യമായി നാനാതരത്തിലുള്ള ദുഃഖങ്ങൾക്ക് കാരണമായിത്തീരുന്നു. പരമാനന്ദമാകുന്ന ആ അവസ്ഥയിൽ നിന്നും ദേഹമാകുന്ന ഉപാധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ മറന്നു കഴിഞ്ഞു. ഞാൻ അതാണെന്ന സത്യം മറന്ന് ഞാൻ ദേഹമാണ് എന്ന ബുദ്ധി വന്നു ചേർന്നു. ദേഹോഹ ബുദ്ധിക്കധീനരായാൽ സ്വന്തദേഹം ചുമട്ടുകാർ നമ്മൾ. ഭാരം ചുമക്കുന്ന ഒരു ചുമട്ടുകാരാണ് ഞാൻ ദേഹമാണ് എന്ന് തോന്നിയാൽ. ദേഹോഹ ബുദ്ധിക്കധീനരായാൽ സ്വന്തദേഹം ചുമട്ടുകാർ നമ്മൾ. ആത്മോഹ ബുദ്ധിക്കധീനരായാൽ സ്വന്തദേഹം നയിക്കും നിയാമകർ നാം. എത്ര വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. ഒന്ന് ദേഹം ചുമക്കുന്ന ചുമട്ടുകാരൻ, രണ്ടാമത്തേത് ആത്മോഹചിന്തയ്ക്ക് അധീനരായാൽ ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകനായി മാറുന്നു. ഇവിടെ അടിമയാകണോ അല്ലെങ്കിൽ ചുമട്ടുകാരനാകണോ? അതേ, ഇതിനെ നയിക്കുന്ന നിയാമകനാകണം. ഇതിനെ നയിക്കുന്ന നിയാമകൻ അടിമ ചുമട്ടുകാരനായി മാറിയിരിക്കുന്നു. കാരണം തൻ്റെ സ്വരൂപം മറന്നത്. ഒരിക്കൽ ഒരു മഹാരാജാവ് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. അദ്ദേഹം തെരുവിലൂടെ ഒരു ഭിക്ഷാന്തേഹിയായി ഓരോ വീട്ടിലും ഭിക്ഷ യാചിക്കുന്നു. താൻ പരമദരിദ്രനാണ്. എന്നിട്ട് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ചിലർ ആട്ടിവിടുന്നു, ചിലർ ഒന്നും കൊടുക്കുന്നില്ല. ഇതെല്ലാം സഹിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി ഉണർന്നു കഴിഞ്ഞപ്പോൾ താൻ തൻ്റെ പട്ടുമത്തയിൽ കിടക്കുന്നു. താൻ കൊട്ടാരത്തിൻ്റെ അധിപതിയാണ്, രാജാവാണ് എന്ന പരമസത്യം മനസ്സിലായപ്പോൾ ഭിക്ഷാന്തേഹി എന്ന ദുഃഖം അവസാനിക്കുന്നു.
ഭിക്ഷാന്തേഹിയാണെന്ന യാചകനാണെന്ന ദുഃഖത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഏക പോംവഴി ഉണരൽ മാത്രമാണ്. അതുപോലെ നമ്മളൊക്കെ ഇപ്പോൾ ജീവൻ എന്ന അവസ്ഥയിലേക്ക് ഭിക്ഷാന്തേഹിയെപ്പോലെ സുഖത്തിനായി ഇന്ദ്രിയങ്ങളിൽ കൂടി യാചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യാചകരാണിപ്പോൾ. ഈ യാചനാവൃത്തിയിൽ നിന്ന് നമ്മൾ ഉടമസ്ഥാവകാശത്തിലേക്ക് പോകണമെങ്കിൽ എൻ്റെ സ്വരൂപത്തെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടാവണം. മറന്നുപോയതിനെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. താൻ അത് തന്നെയാണ് എന്ന സത്യം മറന്നുപോയതാണ് കുഴപ്പം. അതാണ് എല്ലാ ഇണ്ടലിനും കാരണമായിരിക്കുന്നത്. അതിനാൽ ആ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ നമ്മൾ ആ സുഖത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി വേറെ ഒരു സുഖത്തെ വരുത്തുമ്പോൾ മറ്റൊരു ദുഃഖത്തെയാണ് ക്ഷണിച്ചു വരുന്നത്. അങ്ങനെ അനേക വിഷയവസ്തുക്കളുടെ പിന്നാലെ പോയി കാലം കഴിഞ്ഞു പോകുന്നു. ദേഹം ജീർണിക്കുന്നു. ദേഹത്തിന് ജലയും നരയും വരുന്നു. അതിനു മുമ്പുള്ള ഓജസ്സും ചുറുചുറുക്കും ഉണർവും ഉന്മേഷവും ഇല്ലാതെയാകുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ. അപ്പോൾ താൻ ആ സത്യം ചിത്തും ആനന്ദമായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും മറ്റൊന്നാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ, രണ്ടായി ഭവിച്ചപ്പോൾ ഉണ്ടായൊരിണ്ടൽ പദമിണ്ടാവതല്ല മമ. അപ്പോഴുണ്ടായ ആ ദുഃഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പണ്ടേ കണക്കെ വരുവാൻ പണ്ടൊന്നായിരുന്നു, അതുപോലെ വരാൻ എനിക്ക് അവിടുത്തെ കൃപ ഉണ്ടാവണേ എന്നാണ്. ആ ഈശ്വര അനുഗ്രഹം, ആ ഈശ്വരൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പണ്ടത്തെ അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. നാം അതിന് നിന്നു കൊടുക്കുക തന്നെ വേണം. നമ്മുടെ പരിശ്രമം മാത്രം പോരാ, ഈശ്വര അനുഗ്രഹം കൂടി നമുക്ക് വേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമഃ.